ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ഷെഫ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിൽ ഒരു ഡ്രൈ റോസ്റ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 5 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് സവാള വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലോട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും, നല്ലതായിട്ട് വേകുകയും ചെയ്യും. നമ്മൾ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയ സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ച് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടോണം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ തീ ഒന്ന് കൂട്ടി വയ്ക്കുക. നമ്മൾ മാറ്റി വെച്ച സവാള ഇപ്പോൾ തണുത്ത് കാണാം. നമുക്കത് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് അരച്ച് വെച്ച സവാള നല്ലതുപോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 വറ്റൽമുളകും 5 ടീസ്പൂൺ മല്ലിയും ഒരു 2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കനിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഡ്രൈ റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സൊക്കെ അറിയിക്കുക. താങ്ക് യു.